Must watch theatre experience ആണോ? മസ്റ്റ് വാച്ച് യെസ് മസ്റ്റ് വാച്ച്. ഫസ്റ്റ് പാർട്ട് കണ്ടവർ മാത്രം. തേർഡ് ആണെങ്കിൽ ഒരു യുദ്ധം ഫുൾ ഫ്ലെഡ്ജ് വാർ ആയിരിക്കും. കുഴപ്പം നല്ല പടം. നല്ല പടം. അത്ര പടം ആവറേജ് പടം. ഹായ് ഫ്രണ്ട്സ്, ഡ്യൂൺ പാർട്ട് 2. ഡ്യൂൺ എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് സെല്ലിംഗ് നോവലിനെ ബേസ് ഇറക്കിയ സിനിമയായിരുന്നു ഡ്യൂൺ പാർട്ട് 1. അത് വമ്പൻ ഹിറ്റായിരുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു സിനിമ നൽകിയത്. അപ്പോൾ ഡ്യൂൺ പാർട്ട് 2 അപ്പോൾ കേരളത്തിൽ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഡ്യൂൺ പാർട്ട് 2 കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഡ്യൂൺ 2 റിവ്യൂയിലേക്ക്. നൈസ് പടമായിരുന്നു. മെയിനായിട്ടും ടിമോത്തി ചാൽമറ്റിൻ്റെ റോളായിരുന്നു ഇമ്പ്രസീവായിട്ട് തോന്നിയത്. പിന്നെ സെൻഡേക്ക് ഈ പടത്തിൽ വലിയൊരു റോളല്ല, പക്ഷേ അടുത്തൊരു പാട്ടിരുന്നു, ഒരു സസ്പെൻസ് ആയിട്ടിരിക്കുവാണ്. അടുത്ത പാട്ടിൽ എനിക്ക് ഒന്ന് സെൻഡേ ഓവർ പവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് വില്ലനായിട്ട് വന്ന പയ്യൻ, എനിക്ക് പേരറിയത്തില്ല, പക്ഷേ അത് സൂപ്പറായിരുന്നു. ഗ്രാഫിക് വിഷ്വൽ ക്വാളിറ്റി ഭയങ്കര സൂപ്പറായിരുന്നു. ഇൻഡിവിജ്വൽ പെർഫോമൻസ് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ സിനിമാറ്റോഗ്രാഫി സൂപ്പറായിരുന്നു പടത്തിൻ്റെ. പിന്നെ തിയേറ്റർ വാച്ചാണ്. നമുക്ക് ഫോണിലൊക്കെ കണ്ട് കഴിഞ്ഞാൽ എന്തായാലും പിടിക്കാൻ ചാൻസ് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂപ്പറായിരുന്നു. എന്തായാലും ഒരു വർത്ത് പടമാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഫസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് നോർമലി അങ്ങനെ സൈഫൈ പടമാണോ അതോ എല്ലാവർക്കും സൂപ്പർ പവറുള്ള പടമാണോ? അങ്ങനെയാണ്. സൂപ്പർ പവർ അല്ല ഇത്. ലൈക്ക് ഇതൊക്കെ അറിയാലോ, ഡൂൺ എന്ന് പറഞ്ഞാൽ പണ്ട് ഇറങ്ങിയ ഒരു കോമിക് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബേസ് ചെയ്ത് പണ്ട് ഇതിൻ്റെ പടം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെയും വിഷ്വലി കുറച്ചും കൂടെയും ഡെവലപ്പ് ആയതുകൊണ്ട് അത്രയും കൂടി ഒരു ക്വാളിറ്റി വേണം. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? മസ്റ്റ് വാച്ച്. യെസ് മസ്റ്റ് വാച്ച്. ഫസ്റ്റ് പാർട്ട് കണ്ടവർ മാത്രം ലൈക്ക് ഇതിനു വേണ്ടി ഫസ്റ്റ് പാർട്ട് കണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് പാർട്ട് കണ്ടവർ മസ്റ്റ് ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടമാണ്. എനിക്കിഷ്ടപ്പെട്ടത് ഹാൻസ് സിമ്മറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരുന്നു. പുള്ളി എപ്പോഴത്തെ പോലെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിന് ഒരിച്ചിരി ലാഗ് വന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി ഇവിടുന്ന്. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. ഇത് OTT കാണാൻ നിൽക്കരുത്, അതേ പറയുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫസ്റ്റ് ആണ് സെക്കൻഡ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ? ഇതാണ് ഇഷ്ടപ്പെട്ടല്ലേ? സ്റ്റോറി ബിൽഡപ്പ് അടിപൊളിയായിരുന്നു. തിമോത്തിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സിൻ്റെ കൂടുതൽ ആക്ഷൻസ് ആണ് ഇമോഷൻസ് ആണോ കൂടുതൽ എത്തുന്നത്? ഇമോഷൻസ് ആണ്. ഡ്യൂൺ ഫസ്റ്റ് എങ്ങനെയാണ് കണ്ടത്? മൊബൈലിൽ വന്നതോ ടി വിയിൽ? മൊബൈലാണ് മൊബൈൽ കണ്ടു. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു ബിൽഡപ്പ് ആണല്ലോ, ക്യാരക്ടർ ബിൽഡപ്പും സ്റ്റോറി ബിൽഡപ്പും ആയിരുന്നു. സെക്കൻഡിൽ കുറച്ചുകൂടെ അവർ ബിൽഡപ്പ് ചെയ്ത് തന്നെ അവർ ആൻസർ തന്നിട്ടുണ്ട്. ഇനി തേർഡ് ആണെങ്കിൽ ഒരു യുദ്ധം ഫുൾ ഫ്ലെഡ്ജ് വാർ ആയിരിക്കും. ടോട്ടൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 10ൽ 8.5. സംഭവം ഡ്യൂൺ ഫസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് കണ്ടാണോ? ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു വന്നത്. അപ്പം കഥയിലെ മനസ്സിലായോ? കഥയൊക്കെ മനസ്സിലായി. കുഴപ്പം നല്ല പടം. നല്ല പടം. അത്ര പടം ആവറേജ് പടം. എന്താണ് ഡ്യൂൺ ഫസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്? പടം ഇഷ്ടപ്പെട്ട് എത്ര ഇഷ്ടപ്പെട്ടു. അത്ര കഥയും എഫക്ട്സ് ഒന്നും ഇല്ലായിരുന്നു? ഇല്ല, കുറവായിരുന്നു. പ്ലെയിൻ സിനിമയായിരുന്നു. ഒരു ഇതില്ലായിരുന്നു, കാണുമ്പോൾ ഒരു ഗുമ്മില്ലായിരുന്നു. പിന്നെ അടുത്ത പാട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? പാർട്ട് ചാൻസ് ഉണ്ട്. സിനിമ നെക്സ്റ്റ് പാട്ട് കാണാൻ വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ഒന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ല. വണ്ണിൻ്റെ അത്രയും എടുത്തില്ല. ഫസ്റ്റ് പാർട്ടിനേക്കാളും കൊള്ളാം. എന്താണ് എൻ്റെ എക്സൈറ്റ് ആയിപ്പിച്ച് എന്തായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ കഥയാണോ എന്താണ്? തിയേറ്റർ എക്സ്പീരിയൻസും കൊള്ളായിരുന്നു. പാർട്ട് 1 വെച്ച് നോക്കുമ്പോൾ ഉണ്ട് സിനിമ? തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു മെയിൻ. ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് സിനിമയ്ക്കകത്ത്? സിനിമ നല്ല പടം. നമ്മൾ ഫസ്റ്റ് തുടങ്ങി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. VFX ആദ്യത്തെ പടത്തെ ഞാൻ കണ്ടു കണക്കാൻ നമ്മൾ അറിയാൻ പറ്റത്തില്ല അങ്ങനത്തെ സംഭവമായിരുന്നു. VFX അറിയാം, അത് എന്തോ സൈഫൈ പടമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കണ്ട വിശ്വസിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഡ്യൂൺ 1-നെക്കാട്ടിയും സ്റ്റോറി കൊണ്ട് അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് എടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് ഡ്യൂൺ 2 എന്നാണ് കണ്ടിറങ്ങിയ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.